കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും ഓട്ടോയിലും ഇടിച്ചു. 6 പേർക്ക് ദാരുണാന്ത്യം. 3 പേരുടെ നില അതീവ ഗുരുതരം. ഗവർണർ 6 മാസത്തോളം ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ. ഗതാഗത നിരോധനം തുടരും. 2038 ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ആഗോള ഓഡിറ്റിംഗ് ഏജൻസിയായ ഏണസ്റ്റ് ആൻഡ് യങ്. ഇന്ത്യക്ക് കരുത്താകുന്നത് സാമ്പത്തിക അടിത്തറയും യുവജനശേഷിയും. ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ സൈബർ വിദഗ്ധരും. ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. ഷാഫിയെ തടഞ്ഞ 11 DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു.